ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ഇതിനായിട്ട് 5 സവാള നീളത്തിലരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10-16 വെളുത്തുള്ളി, 5-6 പച്ചമുളക് ഇവയെല്ലാം കൂടി ചതച്ച് വെക്കണം. പിന്നെ ഒരു വലിയ തക്കാളി, മല്ലി, പുതിന ഇതെല്ലാം അരിഞ്ഞ് അത് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കണം. പിന്നെ കുറച്ച് കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, സവോള 2 സവോള നൈസായിട്ട് അരിഞ്ഞത് അത് നമ്മളെടുത്ത് വെക്കണം. പിന്നെ ഒരു 3/4 കിലോ ചെമ്മീൻ വൃത്തിയായി കഴുകി അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ച് അത് പേസ്റ്റ് ആക്കണം. എന്നിട്ട് ഇത് നമ്മൾ ചെമ്മീൻ്റെ അകത്തോട്ട് പുരട്ടി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി നമുക്ക് ഇതിനാവശ്യമായ റൈസ് ഉണ്ടാക്കാം. ബിരിയാണിക്ക് ആവശ്യമായ റൈസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ 3 ഗ്ലാസ് അരി എടുക്കണം. അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി അത് കുതിർക്കാൻ വെക്കണം. പിന്നെ നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിനകത്തോട്ട് 3 ഗ്ലാസ്സിന് 4.5 ഗ്ലാസ് വെള്ളമാണ് വെക്കേണ്ടത്. ആ വെള്ളം നന്നായിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ അളന്നൊക്കെ എടുക്കണം. 4.5 ഗ്ലാസ് വെള്ളം അളന്നെടുത്ത് വെക്കണം. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് പെരിഞ്ചീരകം, കുരുമുളക്, പട്ട, തക്കോലം, ഗ്രാമ്പു, ഏലക്ക ഇതിത്രയും ഈ വെള്ളം ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ ഈ ചെറിയ ചൂടുള്ള ഈ വെള്ളത്തിനകത്തോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ റൈസ് തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ നീര് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കുതിർത്ത് വെച്ച അരിയിട്ട് കൊടുക്കാവുള്ളൂ. ഈ അരി ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 12 മിനിറ്റ് അത് വേവിക്കണം. പിന്നെ വേറെ ഒരു പാൻ എടുത്ത് അത്യാവശ്യം നമ്മൾ കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് കഴുകി ഉണക്കി വെച്ചിരുന്ന കിസ്മിസാണ് അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അതൊരു നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അതെടുത്ത് കോരി മാറ്റണം. എന്നിട്ട് ഈ എണ്ണയിടത്തോട്ട് തന്നെ നമുക്ക് നട്ട്സ് അതും ഇതുപോലെ തന്നെ നമുക്ക് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഇളക്കി അത് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഇതിന് കോരി മാറ്റി ഈ എണ്ണയിൽ നിന്ന് നട്ട്സ് കോരി മാറ്റിയതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ 2 സവോള സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടില്ലേ, അതുകൂടെ നമ്മൾ ഈ എണ്ണയുടെ അകത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ 2 തരി ഉപ്പ് കൂടെ ഈ സവോളയുടെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി വരികയും ചെയ്യും. ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവും, ഈ സവോളയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട്, അത് നമ്മളിപ്പോൾ കോരി മാറ്റണം. ഈ എണ്ണയിലോട്ട് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അങ്ങോട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട്, അത് കോരി മാറ്റണം. പിന്നെ വീണ്ടും നമ്മുടെ പാൻ നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിനകത്തോട്ട് കുറച്ച് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇല്ലേ, അതങ്ങോട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമുളകൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 4-5 സവോള നമ്മൾ അരിഞ്ഞിട്ടുണ്ടല്ലോ, ആ സവോള അങ്ങോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ഈ സവോള വഴറ്റാൻ നേരം നമ്മൾ 2 തരി ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇടുവാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് വരും. എന്നിട്ട് നന്നായിട്ട് അതങ്ങോട്ട് മൂടി വെച്ചൊന്ന് വേവിക്കണം. നന്നായിട്ട് വാടട്ടെ, സവോള നന്നായിട്ട് വാടണം. ഇപ്പം നമ്മുടെ സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി എടുത്ത്, ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടില്ല, അതും പിന്നെ നമ്മുടെ മല്ലിയും പുതിനയും അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. വാടി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഇടാവുള്ളൂ. നമ്മൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം വാടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇത് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. ആ പച്ചമണം മാറട്ടെ.
ആ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിനകത്തോട്ടിട്ട് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഇതേ പച്ചമണം എല്ലാം മാറി നമ്മൾ ഇനിയിപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവണം. എന്നിട്ട് ഈ മസാല നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണം. നമ്മളിത് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ മസാല ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് പൈനാപ്പിൾ എസൻസ് അത് നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടിയായിട്ട് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്, അത് തളിച്ച് കൊടുത്തു. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയും പുതിനയുടെ ഇലയും അതും ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും പിന്നെ കിസ്മിസും സവോളയും അതും ഇട്ട് കൊടുക്കണം. പിന്നെ എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 സ്പൂൺ മസാലപ്പൊടിയും ഇങ്ങനെ തൂവിക്കൊടുത്ത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മളൊരു പാത്രം വെച്ചിട്ട് അത് മൂടി വെക്കണം. എന്നിട്ട് നമ്മളത് ദം ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു കട്ടിയുള്ള ഒരു പഴയ ഏതെങ്കിലും ഒരു ഫ്രൈ പാൻ മതി, അത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വേണം നമ്മൾ ഈ പാത്രം വെച്ചിട്ട് പാത്രം നല്ലപോലെ അടച്ചു വെച്ച് നമ്മൾ ചെറു തീയിൽ വേണം ഇത് ദം ചെയ്തെടുക്കേണ്ടത്. ഇതാണ് ഞാനുണ്ടാക്കിയ ചെമ്മീൻ ബിരിയാണി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം. ഓക്കേ.